السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. പ്രിയ സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസം 17-ാം തീയതി വിനോദയാത്ര പോയ മലപ്പുറം ജില്ലയിലെ പാങ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. വളരെ സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടെ ഒരു വൺ ഡേ ട്രിപ്പിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട അവർ സമാധാനപരമായി സന്തോഷദായകമായി യാത്ര തുടർന്ന് അവസാനം തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ 13-ാം ഹെയർ പിൻ ബെൻഡിൽ വെച്ച് അവരുടെ വാഹനം താഴേക്ക് പതിക്കുമ്പോൾ ആ വാഹനത്തോടൊപ്പം പൊലിഞ്ഞുപോയത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. അവരിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് എത്രമാത്രമാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിച്ച വേദനയും ഒരു നാട് വന്നാകെ അതിലൂടെ സഹിച്ച വേദനയും എന്ന് നമുക്ക് ബോധ്യമാവുക. ഇതൊക്കെ പറയുന്നത് എളുപ്പം തീർന്നു പോകുന്നതാണ് ജീവിതം എന്നതാണ്. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ ആ കുട്ടി ബെഡിലേക്ക് പോയി തലയിണയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആ കുഞ്ഞറിയുന്നില്ല ആ കുഞ്ഞിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി ആ തലയണക്കടിയിൽ ഒരു വെള്ളിക്കട്ടൻ പാമ്പ് ഉണ്ട് എന്നത്. നമുക്കറിയാം, നമ്മിൽ പലരും യാത്രയിലും മറ്റ് ആഘോഷഘട്ടങ്ങളിലൊക്കെ ഫോട്ടോ എടുത്ത് അത് സ്റ്റാറ്റസ് വെച്ച് അത് മറ്റുള്ളവർ കാണും മുമ്പേ ഈ സ്റ്റാറ്റസ് വെച്ച് മനുഷ്യൻ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇപ്പം ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഡെലിവറിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഭക്ഷണവുമായി ഡെലിവറി പോയി വരുമ്പോഴാണ് പുറത്തു നിന്നറിയുന്നത് ഓർഡർ ചെയ്ത ആൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒറ്റപ്പെട്ട ഓരോ അനുഭവങ്ങളല്ല. ഇത്രയേ ജീവിതമുള്ളൂ. എളുപ്പം തീർന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം എന്നതും വളരെ നൈമിഷികമായ ഒരു ജീവിതം മാത്രമേ നമുക്കൊക്കെ ഈ ഭൂമിയിൽ ഉള്ളൂ എന്നതുമായ കാര്യങ്ങൾ ഇടയ്ക്കിടെ അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഒരു യാഥാർത്ഥ്യം, ഈ ഒരു യാഥാർത്ഥ്യം
ഭൂമിയിലെ മനുഷ്യവാസം തുടങ്ങിയ അന്ന് തന്നെ അള്ളാഹു പറഞ്ഞു വെച്ച ഒരു സത്യവും കൂടിയാണ്. നമുക്കറിയാം, ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വ റളിയല്ലാഹു തആല അൻഹായെയും സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. നിങ്ങൾ പോയാൽ അവിടെ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ കാലത്തേക്കുള്ള താമസവും വിഭവവുമുണ്ട്. വലക്കും ഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിലുണ്ട്, മുസ്തഖർ താമസമുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ വ മതാഉൻ, ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഭക്ഷണം, വിഭവം ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ഇലാഹീൻ, കുറഞ്ഞ ഒരു സമയത്തേക്ക് മാത്രമാണ്. ഈ ഒരു നൈമിഷികതയെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ ശരിക്കും അറിയേണ്ടത്. നമുക്കറിയില്ല, ഈ ഒരു ഹീൻ, ഈ ഒരു കൃത്യമായി അള്ളാഹു നേരത്തെ നിശ്ചയിച്ച ഈ ഒരു സന്ദർഭം, സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പിന്നോട്ടോ മുന്നോട്ടോ അവൻ്റെ ജീവിതം മാറുന്നില്ല എന്നതാണ്. അറിയില്ല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെയായിരിക്കും മനുഷ്യൻ്റെ അവസാനം എന്നത്. എന്നാലും പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ഇതാണ് ജീവിതത്തിൻ്റെ അവസ്ഥയെങ്കിൽ ഈ നൈമിഷികമായ ജീവിതത്തിന് വലിയ പ്രാധാന്യവും വിലയും നൽകുന്നവരാണ് മനുഷ്യരിലെമ്പാടും. അത്രയൊക്കെ പ്രാധാന്യം ഈ ഐഹിക ജീവിതത്തിന് നൽകേണ്ടതുണ്ടോ എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന അതിമനോഹരമായ ഒരു ആയത്ത് നാം എപ്പോഴും ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. മനുഷ്യൻ്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഉപമ എങ്ങനെയാണ്? അള്ളാഹു പറയുന്നു, വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. പ്രവാചകരെ, നിങ്ങൾ അവർക്ക്, അഥവാ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന, നിങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന, പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളോട് വിവരിച്ചു കൊടുക്കണം. എന്ത്? മസലൽ ഹയാത്തി ദുന്യ, ഐഹിക ജീവിതത്തിൻ്റെ ഉപമ, ഉദാഹരണം എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണ്? അത് കമാ ഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശത്തു നിന്ന് നാം ഇറക്കുന്ന വെള്ളം പോലെയാണ്. മഴ, അതാണ് വെള്ളം. ആ മഴ മുഖേന ഫഖ്തലത ബിഹി നബാത്തുൽ അർള്, ഭൂമിയിലെ സസ്യങ്ങളൊക്കെ ആ മഴ മുഖേന ഇടകലർന്ന് വളർന്ന് അങ്ങനെ ഹരിതാഭമായ വളരെ പുഷ്കലമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റും. എല്ലാ സസ്യങ്ങളും സസ്യലലാദികളും വൃക്ഷങ്ങളൊക്കെ വളർന്നിങ്ങനെ നല്ല സുന്ദരമായ അതിമനോഹരമായ ഒരു കാഴ്ച അത് സൃഷ്ടിക്കും. എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് വളരെ പെട്ടെന്ന് അസ്ബഹ ഹശീമൻ, അടുത്ത നിമിഷം തന്നെ ആ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന ഈ സസ്യലലാദികൾ, കാടുകൾ, ചെടികൾ, ഈ മനോഹരമായ കാഴ്ച വളരെ പെട്ടെന്ന് അത് ഉണങ്ങിയ തുരുമ്പുകളായിട്ട് ധൂളികളായി. എങ്ങനെ? തദറൂഹു റിയാഹ്, കാറ്റിന് പറത്താൻ കഴിയും വിധം, എളുപ്പത്തിൽ പറന്നു പോകും വിധം കരിഞ്ഞുണങ്ങിയ ഇലകളും ധൂളികളുമായി മാറിപ്പോകുന്നത് എന്നല്ലാഹു ഈ ഭൗതികമായ ജീവിതത്തെ ഈ പ്രസ്താവനയോട് ഉപമിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, ഒരു മഴ പെയ്യുന്നു, ഭൂമിയിൽ സസ്യങ്ങൾ വളരുന്നു, അത് മനോഹരമായ കാഴ്ച ഉണ്ടാക്കുന്നു, ആളുകൾക്ക് അതിൽ അത്ഭുതം കൂറുന്നു. അടുത്ത നിമിഷം അല്ലെങ്കിൽ പിറ്റേന്ന് പെട്ടെന്ന് ഒരു കാറ്റ് വന്ന്, ഒരു തീക്കാറ്റ് വന്ന്, അല്ലെങ്കിൽ അതിന് കോട്ടം ബാധിച്ച് ഇലകളൊക്കെ വളരെ പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞ് ധൂളികളായി തുരുമ്പുകളായി മാറിപ്പോകും വിധമാണ് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നൊരു കാര്യം, വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, നിങ്ങൾ അറിയണം, തീർച്ചയായും അല്ലാഹു സകല സംഗതികൾക്കും കഴിവുള്ളവൻ തന്നെ എന്ന്. ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. ജീവിതം ഇത്രയും. മഴയ്ക്ക് മുളച്ച ചെടികൾ കരിഞ്ഞുണങ്ങി ധൂളികളായി പോകും വിധ
നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സും നമ്മുടെ സൗകര്യങ്ങളും സമ്പത്തും ആഡംബരങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നതേ ഉള്ളൂ എന്ന ഒരു സത്യമാണ് ഇതിലൂടെ അള്ളാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ജീവൻ നൽകിയ അള്ളാഹു തന്നെയാണ് നമുക്ക് മരണവും നൽകുന്നത്. ഇവിടെ താഴ്ച നൽകിയവൻ തന്നെയാണ് ഉയർച്ചയും നൽകുന്നത്. അള്ളാഹുവിൻ്റെ നിയമമുണ്ടല്ലോ, ആ നിയമത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ വസന്തവും വരൾച്ചയും ഉണ്ടാകുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, എന്ത് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ, എന്ത് സമ്പത്തും സൗകര്യവും ഉണ്ടായിട്ടുണ്ടോ, അറിയേണ്ട കാര്യം ഇതൊന്നും തന്നെ ഒരിക്കലും അനശ്വരമാണെന്നോ, ഇതിൽ ഏറെ അഭിമാനിക്കേണ്ടതുണ്ടോ, അഭിമാനിക്കേണ്ടതില്ല എന്നുമാണ്. ഇതൊന്നും നമുക്ക് അനശ്വരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതിൽ അമിതമായി നമ്മൾ അഭിമാനിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇലകൾ തുരുമ്പുകളായി ധൂളുകളായി പാറിപ്പോകും പോലെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് തീർന്നു പോകേണ്ട, വിട്ടുപോകേണ്ടുന്ന സംഗതികളാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം അതിങ്ങനെയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. നോക്കൂ, ലൗ കാനത്തി ദുന്യ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊളത്തിൻ. നോക്കൂ, ഈ ദുനിയാവിന്, ഐഹിക ജീവിതത്തിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില അള്ളാഹു ഈ ഭൗതിക ലോകത്തിന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, ഒരു നിഷേധിക്കും ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ അള്ളാഹു അനുവദിക്കുമായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്, ഈ ഭൗതിക ജീവിതത്തിന്, ഐഹികമായ ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില അള്ളാഹ് കൊടുത്തിരുന്നുവെങ്കിൽ, അവിടെ ജീവിക്കുന്ന ഒരു നിഷേധിക്കും ആ ഭൂമിയിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അള്ളാഹു നൽകുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അത്രയൊന്നും വലിയ ഗാംഭീര്യമോ പ്രാധാന്യമോ ഈ ഭൂമിക്ക്, ഈ ഐഹിക ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുനിയാവിനെ നമ്മൾ അവഗണിക്കണമെന്നാണോ? ഇതിനെ മറന്നേക്കണം എന്നാണോ പറഞ്ഞത്? ഇവിടെ അധ്വാനിക്കേണ്ട എന്നാണോ പറഞ്ഞത്? സമ്പാദിക്കേണ്ട എന്നാണോ പറഞ്ഞത്? എങ്ങനെയല്ല. അള്ളാഹു പറയുന്നത് വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്കുള്ള വിഹിതം അത് നിങ്ങൾ അവഗണിക്കരുത്. അവിടെ നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോൾ മരണമില്ല എന്ന ബോധ്യനെ നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ ആഖിറത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അടുത്ത നിമിഷം മരിക്കും എന്ന ബോധ്യനെ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കണമെന്നാണ്. ഇവിടെ നമ്മൾ പണിയെടുക്കണം, ജോലി ചെയ്യണം, കിട്ടാവുന്ന അത്രയും ജോലികൾ അധ്വാനിക്കണം, നേടണം. അതിനൊന്നൊരു പ്രശ്നവുമില്ല. ഈ ഭൂമിയിൽ നമുക്കുള്ള വിഹിതത്തെ നമ്മൾ അവഗണിക്കേണ്ടതില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നാം നേടുന്നത് അത് നിയമപരമായിട്ടായിരിക്കണം. അതാരെയും പറ്റിച്ചോ കബളിപ്പിച്ചോ വഞ്ചിച്ചോ തട്ടിയെടുത്തോ ആകരുത്. നേടുന്നതിൽ നിന്ന് നിശ്ചിതമായ വിഹിതം അവകാശിക്ക് കൊടുക്കണം. ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ അതിമനോഹരമായ ജീവിതമാണ് ഈ ഭൂമിയിൽ അവൻ നയിക്കുന്നത് എന്ന് കരുതി ഇത് മാത്രമായി പോകരുത്. നിങ്ങളുടെ വിഹിതത്തെ നിങ്ങൾക്ക് പരിഗണനയിലെടുക്കാം, അതിനുവേണ്ടി നിങ്ങൾക്ക് അധ്വാനിക്കാം. പക്ഷേ ആഖിറത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കൊട്ടുമേ ഉണ്ടായിക്കൂടാ എന്നതാണ് ഈ മഹത് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയാണ്, ഈ ഐഹിക ജീവിതമാണ് പാരത്രികമായ മോക്ഷവും പാരത്രികമായ വിജയവും നേടാൻ നമ്മെ പ്രാപ്തമാക്കേണ്ടത്. ഇവിടുത്തെ ജീവിതം അതിന് വേണ്ടിയാണ്. ക്ഷണികവും നേരത്തെ പറഞ്ഞതുപോലെ നൈമിഷികവുമായ ഈ ജീവിതത്തിലെ അധ്വാനത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയല്ല, സമ്പത്തല്ല, ആഡംബരമല്ല, ആർഭാടമല്ല, മറിച്ച് പരലോകത്തെ രക്ഷയും മോക്ഷവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്നതല്ല വിഷയം. നാം ജീവിച്ച കാലത്ത് നാം എങ്ങനെ നമ്മുടെ സമയത്തെ പ്രയോജനപ്പെടുത്തി എന്നതാണ് പ്രധാനം. നിങ്ങൾ ഒരുപാട് കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരിക്കും.
പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ടൊരു മാർക്ക്, ഒരടയാളം അടയാളപ്പെടുത്തുന്നില്ല എങ്കിൽ ആ ജീവിതം തികച്ചും നിഷ്ഫലമാണ് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് ഈ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ തേടിയെടുക്കാനും അന്വേഷിക്കാനും സ്വരൂപിക്കാനും തരപ്പെടുത്തുവാനുമുള്ള ജീവിതം എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓതിപ്പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്. സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്താണത്. അതിൽ കൃത്യമായി അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. നമ്മളൊരുപാട് അനുഗ്രഹങ്ങൾ ഈ ജീവിതത്തിലൂടെ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ തേടേണ്ടതും അന്വേഷിക്കേണ്ടതും കയ്യെത്തി പിടിക്കേണ്ടതും എന്താണ്? അത് മറ്റൊന്നുമല്ല. എന്താണ് അത്? അദ്ദാറൽ-ആഖിറ, അത് പരലോകത്തെ വിജയമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നു, നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, അല്ലേ? ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ തേടിപ്പിടിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും എന്തിൻ്റെ വേണ്ടിയാണ്? ആഖിറത്തിലെ വിജയത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദുന്യ മസ്റഅതു അൽ-ആഖിറ, ഈ ഭൂമി ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ വിളയാണ് എങ്കിൽ, ഇവിടത്തെ കൃഷി ഇറക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹറസ ദുനിയ, ദുനിയാവിലെ ഹർസാണ്, അഥവാ ഇവിടത്തെ വിളയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നോക്കൂ പ്രിയപ്പെട്ടവരെ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാകില്ല. ഇവിടത്തെ വിള, ഇവിടത്തെ സമ്പാദ്യം, ഇവിടത്തെ നേട്ടം, ഇവിടത്തെ പുരോഗതി, ഇവിടത്തെ സന്തോഷം, ഇവിടത്തെ ആർഭാടം, അതിന് വേണ്ടിയാണ് അധ്വാനവും പരിശ്രമവും കൃഷി ഇറക്കുന്നതുമെങ്കിൽ പരലോകത്ത് ആ മനുഷ്യന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കില്ല. മറിച്ച് ഒരാളുടെ ഉദ്ദേശവും ലക്ഷ്യവും അത് ഹറസൽ-ആഖിറ, പരലോകത്തേക്ക് വിതക്കുക എന്നതാണെങ്കിൽ, അവിടെ കൊയ്തെടുക്കുക എന്നതാണെങ്കിൽ, നസീദ് ലഹു ഫി ഹർസിഹി, ആ കൃഷിയിൽ നാം ഒരുപാട് വർധനവ് നൽകും എന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലളിതവും നൈമിഷികവുമായ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ, എവിടെയും എപ്പോഴും നാം അറിയാതെ ഏത് വിധേനയും ഏതൊരു മണ്ണിലും തീർന്നു പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ലഭ്യമാകുന്ന അത്രയും സന്ദർഭം ആഖിറത്തെ വിഭവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും സമയം കൊണ്ട് കളിക്കാൻ പാടില്ല. നിങ്ങൾ സമയം കൊണ്ട് കളിക്കുന്നുവെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. അതിങ്ങനെയാണ്, മൻ ലഇബ ബി ഉംരിഹി, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ സമയം കൊണ്ട് കളിച്ചാൽ, സമയം വളരെ പ്രധാനമാണ്, അതേറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ആ സമയത്തിലൂടെയാണ് ഈഹപര വിജയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടത്. ഇങ്ങനെയുള്ള സമയം കൊണ്ട് ആരെങ്കിലും കളിച്ചാൽ ശരിക്കും അദ്ദേഹം നഷ്ടപ്പെടുന്നത് എന്താണ്? ലയ്യ അയ്യാമ ഹർസിഹി, അവൻ കൃഷി ഇറക്കേണ്ടുന്ന നാളുകളെയാണ് ആ മനുഷ്യൻ ആ കളിയിലൂടെ നഷ്ടപ്പെടുത്തുന്നത്. സമയം കൊണ്ട് കളിക്കുമ്പോൾ അവൻ ലയ്യ അയ്യാമ ഹർസിഹി, ഒരാൾ തൻ്റെ ആ വിതക്കലിൻ്റെ നാളുകൾ നഷ്ടപ്പെടുത്തിയാൽ, കൃഷി ഇറക്കേണ്ടുന്ന നാളുകൾ നഷ്ടപ്പെടുത്തിയാൽ, നോക്കൂ, നദിമ അയ്യാമ ഹസാദിബിഹി, നദിമ അയ്യാമ ഹസാദിഹി, വിളവെടുപ്പിൻ്റെ നാളിൽ തീർച്ചയായും അവൻ ഖേദിക്കേണ്ടി വരും എന്നും അദ്ദേഹം പറഞ്ഞു. നാം സമയം കൊണ്ട് കളിക്കുമ്പോൾ നേടേണ്ടുന്നതാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. നേടേണ്ടത് നാം നഷ്ടപ്പെടുത്തുമ്പോൾ വിളവെടുപ്പിൻ്റെ കൊയ്ത്തിൻ്റെ കാലം അതെവിടെയാ? ആഖിറമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യൻ വിരൽ കടിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും എന്നും സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയാം. നോക്കൂ, നമ്മൾ പലരും
ഇത് പ്രത്യേകിച്ച് വിശിഷ്യ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ അല്ലേ. നമ്മൾ കുറ്റിയടിച്ചിരിക്കും പോലെ തപസ്സിരിക്കും പോലെ അതിൻ്റെ മുമ്പിൽ എത്രയോ സമയങ്ങൾ നമുക്കറിയില്ല, എത്രയെത്ര മണിക്കൂറുകൾ അറിയാതെ കടന്നു പോകും അല്ലേ. നിങ്ങൾ വെറും ഒരു നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറം പിന്നാലെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് 1, 2, 3 മണിക്കൂറുകൾ അല്ലേ. സ്വന്തം ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും എല്ലാ പതിരും ചവറും വായിച്ച് അല്ലേ, പലതും ഷെയർ ചെയ്തു, വേണ്ടതിനും വേണ്ടാത്തതിനും ലൈക്ക് അടിച്ച് അങ്ങനെ എത്രയോ സമയങ്ങൾ. നിങ്ങൾ നോക്കൂ, ഒരു പേജ്, ഈ മൊബൈൽ ഫോണൊക്കെ, ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം പ്രചാരം സിദ്ധിച്ച ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഓത്ത് മുസാഫ് മാറ്റിവെച്ച് മൊബൈലാക്കിയപ്പോൾ ഓത്തിൻ്റെ ദൈർഘ്യം, ഓത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഓതണം എന്ന് കരുതി ഒരുപക്ഷെ മൊബൈൽ ഫോൺ നമ്മൾ ഓൺ ചെയ്തേക്കും, പക്ഷേ പലപ്പോഴും ഓതാൻ നമുക്ക് കഴിയില്ല. ഒരായത്ത് ഓതുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ വരിക, പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ഒരു ദിവസം, നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ഇന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഒരു പേജ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് സുബഹിക്ക് ശേഷം. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, എന്നെ ഞാൻ കുറ്റപ്പെടുന്നത് പൊതുവായിട്ട് പറയാണ്. ആത്മാർത്ഥമായിട്ട് ഒരു പേജ്, നമ്മൾ എത്ര മണിക്കൂറുകൾ ഇന്ന് നമ്മുടെ ഫോണിലൂടെ പോയിട്ടുണ്ട്, സ്മാർട്ട് ഫോണിലൂടെ പോയിട്ടുണ്ട് അല്ലേ. ഒരു പേജ് ആത്മാർത്ഥമായി ഓതാൻ, അത് പഠിക്കാൻ, അത് മനനം ചെയ്യാൻ, അതൊന്നും നമുക്കൊരു വിഷയമേ ആകുന്നില്ല. അടുത്ത നിമിഷം സംഭവിക്കും എന്നുറപ്പുള്ള ഒരു സത്യമുണ്ട്. അതെന്താണ്? മരണമാണ്. ആ മരണത്തെക്കുറിച്ച് എത്ര പേർ ആലോചിക്കുന്നുണ്ട് അല്ലേ. അവൻ്റെ ഖബറിനെ കുറിച്ച് എത്ര പേർ ആലോചിക്കുന്നു ഒരു ദിവസം. അവൻ്റെ വിശ്വാസത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്, കർമ്മത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് എത്ര പേർ ആലോചിക്കുന്നുണ്ട് ഒരു ദിവസം. ഒരു സുബ്ഹാനല്ലാഹ്, നാമൊക്കെ യഥാർത്ഥത്തിൽ നോക്കൂ, ഈ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കേണ്ടവരാ നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പുത്രിയോട് നൽകിയ ഉപദേശമാണത്. നീ കിടക്കുമ്പോൾ നിൻ്റെ വിഷമങ്ങൾ മാറാൻ, നിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ, നിനക്ക് മനസ്സമാധാനമുണ്ടാകാൻ കിടക്കുമ്പോൾ നീ ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ് പറയാണ്. ഒരു 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ അല്ലേ, ക്ഷമിക്കണം 34 അല്ലാഹു അക്ബർ, അത് 100 ആക്കിയിട്ട് ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതണം. ആമൻ റസൂൽ നമ്മൾ ഓതണം അല്ലേ. കുൽഹു വല്ലാഹു ഇഖ്ലാസ് മുഅവ്വദത്തിനൊക്കെ ഓതിയിട്ട് നമ്മൾ ശരീരത്തിൽ ഊതിക്കിടക്കണം. എത്ര പേർക്ക് കഴിയുന്നു? അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അല്ലേ, കേട്ട് അവസാനം നമ്മൾ ഉറങ്ങിപ്പോകുന്നു, മൊബൈൽ എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ യാഥാർത്ഥ്യം. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പം അള്ളാഹുവിന് എത്രയും അതിനോട് ഇഷ്ടം. നമുക്കത് മനസ്സിന് സമാധാനം തരുന്നുണ്ടല്ലോ അല്ലേ. അത് ത്രാസിൽ തുലാസിൽ വലിയ കനം കൊടുക്കുന്ന ഒന്നാണ്. ഒരു സുബ്ഹാനല്ലാഹ് വബിഹംദിഹി പറയുമ്പോൾ സ്വർഗത്തിൽ അവനായിട്ട് ഒരു ഈത്തപ്പനയുടെ മരം അവിടെ വളർത്തപ്പെടുന്നു എന്ന് പറയപ്പെടും. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മിൽ മുമ്പിലുള്ളപ്പോഴാണ് അല്ലേ. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു ദിവസം എത്ര തവണ, എത്ര അളവിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണം, നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് സഞ്ചരിക്കണം. അല്ലെങ്കിൽ അവസാനം വിരൽ കടിക്കേണ്ടി വരും. നിങ്ങൾ ഈ വിളവിൻ്റെ സന്ദർഭത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, പാഴാക്കുമ്പോൾ, കൊയ്ത്തിൻ്റെ നാളിൽ നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. അതിലെല്ലാം ചീത്തയാണെന്ന് നമുക്ക് അഭിപ്രായം, എല്ലാം മോശമാണെന്ന് അഭിപ്രായമില്ല, എല്ലാം വേണ്ടാത്തതാണെന്ന് അഭിപ്രായമില്ല. എത്രയോ നന്മകൾ അതിലൂടെ ലോകത്ത് സ്ഥാപിതമാവുന്നുണ്ട്, നടത്തപ്പെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് നമ്മുടെ ജീവിത പരാജയത്തിനാണ്, നമ്മുടെ നന്മകളുടെ ഫലശൂന്യതക്കാണ്, നമ്മുടെ ആരാധനകളുടെ ഇഖ്ലാസിൻ്റെ കുറവിനാണ് അതൊക്കെ പലപ്പോഴും കാരണമായി തീരുന്നത് എന്ന വലിയൊരു സത്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ, വലിയ സൂക്ഷ്മജ്ഞാനിയാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കൂ. പ്രിയപ്പെട്ടവരെ, ഇർത്തഹലത്തി ദുന്യ മുദ്ബിറ. നോക്കൂ, നമ്മൾ ജീവിതത്തിൻ്റെ ഈ നൈമിഷികതയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇർത്തഹലത്തി ദുന്യ മുദ്ബിറ. നോക്കൂ,
നമ്മുടെ ഈ ഐഹിക ജീവിതമുണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഇത് പതുക്കെ പതുക്കെ നമ്മ വിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിങ്ങനെ പുറകോട്ട് പോവുകയാണ്, ദുനിയാവ് പോവുകയാണ്. പകരം വർത്തഹലത്തിൽ ആഖിറത്തു മുഖബില. നോക്കൂ, ആഖിറം നമ്മെ പയ്യെ പയ്യെ പതുക്കെ പതുക്കെ നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് പോകുന്നു, ആഖിറം നമ്മിലേക്ക് വരുന്നു. എങ്കിൽ വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമ, ഇവ രണ്ടിനുമുണ്ട്. എന്തിന്? ദുനിയാവിനുമുണ്ട് ആഖിറത്തിനുമുണ്ട് ബനൂൻ, അവയുടേതായ അവകാശികളും അനുയായികളും മക്കളുമൊക്കെ. ദുനിയാവിന് കുറേ മക്കളുണ്ട്, ആഖിറത്തിനുമുണ്ട് കുറേ മക്കൾ. വലിയ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. നോക്കൂ, നിങ്ങളാകേണ്ടത് ആഖിറത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാകണം. ദുനിയാവിൽ ജീവിക്കുന്ന അത്രയും കാലത്തെ നിങ്ങളുടെ അധ്വാനം ആഖിറത്തിന് വേണ്ടിയാവണം, മറിച്ച് നിങ്ങൾ ദുനിയാവിന് വേണ്ടിയായി പോകരുത്. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുനിയാവിൻ്റെ സന്താനങ്ങളായി പോകരുത്. എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നു, ഫഇന്നൽ യൗമ അമൽ. എന്തുകൊണ്ടെന്നാൽ ഇന്നാണ് കർമ്മം. ഇന്നാണ് കർമ്മം ചെയ്യേണ്ട ദിനം. ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ വരുമോ എന്ന് നമുക്കറിയില്ല. ഇന്നാണ് നാം ജീവിക്കുന്നത്. നമ്മുടേതെന്ന് പറയാനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. ഇപ്പോഴാ കർമ്മം ചെയ്യേണ്ടത്. വലാ ഹിസാബ. ഇന്ന് വിചാരണ ഒട്ടുമേ ഇല്ല കേട്ടോ. ഇന്ന് വിചാരണയില്ല, ഇന്ന് കർമ്മത്തിൻ്റെ ദിനമാണ്. വഗദൻ, പക്ഷെ നാളെയുണ്ടല്ലോ, അത് ഹിസാബുൻ, വിചാരണയുടേതാണ്. നാളെ ഹിസാബിൻ്റേതാണ്. വല അമല, അവിടെ കർമ്മത്തിനൊട്ടുമേ പ്രസക്തിയില്ല, തീരെ കർമ്മമില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആഖിറത്തിൻ്റെ ആളുകളാവുക. ആഖിറത്തിൻ്റെ ആളുകൾ ആവുക എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെത്തി അതിൻ്റെ അനുയായികൾ ആവുക എന്നല്ല. ജീവിക്കുന്ന കാലം അത്രയും ആഖിറത്തിലെ മോക്ഷത്തിനും രക്ഷക്കും സമാധാനത്തിനു വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്യുക എന്നാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇതിലൂടെ നമ്മെ അറിയിക്കുന്നത്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകം എന്ന് പറഞ്ഞാൽ, ഈ ഐഹിക ജീവിതം, ഇത് അവസരങ്ങളുടെ ഒരു ലോകമാണ്. അവസരങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്യാനും സ്വയം തിരുത്താനുമുള്ള ഒരു ലോകമാണിത്. നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പള്ളിപ്പറമ്പിൽ പോകും, അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ടാവുക? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അള്ളാഹു അവരുടെ എല്ലാം ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടെയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഉറ്റവർ, ഉടയവർ, അങ്ങനെ കുടുംബത്തിൽ എത്രയോ ആളുകൾ നേരത്തെ പോയവരാണവർ. അവരുടെ കബറിടത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ട്. എന്താണ് ചിന്ത? അല്ലേ, അള്ളാഹുവേ, ഇവർക്കിനി കർമ്മം ചെയ്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. കർമ്മം കഴിഞ്ഞു. കർമ്മം എവിടെയാണ്? കർമ്മം ഇവിടെയാണ്, ദുനിയാവിലാണ്. നമ്മുടെ ഉപ്പയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അല്ലേ, ഉമ്മ എന്താണോ ചെയ്തത് അത് ഉമ്മക്കുണ്ട്. പക്ഷേ ഇനിയങ്ങോട്ട് സമാധാനത്തിന്, സമാശ്വാസത്തിന്, ഒരാശ്വാസത്തിന് കർമ്മം ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം, അല്ലേ, ഒരവസ്ഥ എൻ്റെ ഉപ്പക്കില്ലല്ലോ, എൻ്റെ ഉമ്മക്ക്. ഇത് നമുക്കറിയാമല്ലോ, അല്ലേ? ആ ചിന്തയാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് തുടക്കത്തിൽ ഇസ്ലാം നിരോധിച്ച ഒരു കാര്യമാണ്. ശിർക്കിന് സാധ്യതയുണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണത്. പക്ഷേ പിന്നീട് അത് സുന്നത്താക്കുമ്പോൾ രണ്ട് കാര്യം അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കും. ഒന്നെന്താണ്? ഒന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മറ്റൊന്നോ, ഈ അവസ്ഥയിൽ ഈ അവസ്ഥ നമുക്കും വരുമല്ലോ എന്ന ചിന്ത ഉണ്ടാക്കുന്നു എന്നതാണ്. അപ്പോൾ ആ കാര്യം വളരെ പ്രധാനമാണ്. ആ കബറിടത്തിൽ നമ്മൾ ശ്മശാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതോടൊപ്പം അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറയും, അല്ലാഹു എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ, അവരുടെ ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകൾ നീ മാപ്പാക്കണമേ. പ്രാർത്ഥിക്കാറില്ലേ? പ്രിയപ്പെട്ടവർ, നോക്കൂ, അത് നമുക്ക് വലിയൊരു പാഠമാണ് ആ പ്രാർത്ഥന. എൻ്റെ പിതാവിൽ നിന്ന് സംഭവിച്ച വീഴ്ച നീ പൊറുക്കണമേ എന്ന് പറയുമ്പോൾ ഈ വീഴ്ച ഇനിയെങ്കിലും നമ്മിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളുണ്ടാകും, പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ടാകും? അറിയില്ല. നമുക്ക് എവിടെ വെച്ചാൽ മരിക്കാൻ നമുക്കറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് മരിക്കണമെന്ന് കൊതിക്കും. സുന്ദരമായ വീട് പണിതിട്ടുണ്ട്, മക്കൾ
ആ മക്കൾ മയ്യത്ത് കുളിപ്പിക്കുമെന്ന് നാം വിചാരിക്കും, അവർ നമസ്കരിക്കുമെന്ന് വിചാരിക്കും, ആ മക്കൾ നമ്മെ കബറടക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ മരണം നമുക്കറിയില്ല, അല്ലേ? ബി ഐ അർളിൻ തമൂത്ത്, ഏത് മണ്ണിൽ വെച്ചാണ് നിന്റെ അവസാന ശ്വാസം ആർക്കും അറിയില്ല. ആർക്കും അറിയാത്ത, അല്ലേ, ഊരറിയാത്ത എവിടെങ്കിലും വെച്ചായിരിക്കും മരണം. ആരെങ്കിലും നമ്മളെ എടുക്കും, ആരെങ്കിലും കുളിപ്പിക്കും, എവിടെയെങ്കിലും കബറടക്കും, ചിലപ്പോൾ നാട്ടിലെത്തിച്ചെന്ന് വരും. അതുകൊണ്ട് ഈ വീഴ്ചകൾ വരാതിരിക്കാൻ ആ പ്രാർത്ഥനയിൽ ആ മനുഷ്യൻ ചിന്തിക്കണം. തുടർന്നങ്ങോട്ടെങ്കിലും, അല്ലേ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷവും എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ വരരുത്. കാരണം എനിക്ക് വേണ്ടി ഒരു പക്ഷെ പ്രാർത്ഥിക്കാൻ ആളുണ്ടാവില്ല, ഞാൻ തന്നെ സ്വയം തിരുത്തണം ഇതിലൂടെ എന്ന ബോധ്യമാണ് ആ മനുഷ്യനുണ്ടാകേണ്ടത്. നന്മകൾ ചെയ്യാൻ അതൊക്കെ നമ്മെ പ്രാപ്തരാക്കണം. നന്മ ചെയ്യുക, വിശ്വാസം നന്നാക്കുക. നിങ്ങൾ നോക്കൂ, ഒരു നിമിഷം പോലും നന്മയുടെ കാര്യത്തിൽ നമ്മൾ ഡിലേ വരുത്താതെ, താമസം വരുത്താതെ അത് ചെയ്യുക എന്ന വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതം. നിങ്ങൾ നോക്കൂ, ഒരു പ്രഭാതത്തിൽ ഒരു സുബ്ഹി നമസ്കരിച്ചിട്ടേ ഉള്ളൂ. ആ സുബ്ഹി നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യമെന്ന് നിങ്ങൾക്കറിയോ? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, നിങ്ങളിൽ ആരെങ്കിലും എന്ന് നോമ്പ് നോറ്റ് വന്നിട്ടുണ്ടോ എന്നാ ചോദ്യം. ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോറ്റ് വന്നിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. നോറ്റിട്ടില്ല. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, അന യാ റസൂലല്ലാഹ്, ഞാൻ നോമ്പുകാരനാണ്. രണ്ടാമത്തെ ചോദ്യം പൊടുന്നനെ വരുന്നു. അതെന്താണ്? നിങ്ങളിൽ ആരാണ് എന്ന് ഒരു മയ്യത്തിനെ അനുഗമിച്ചത്? ചോദിക്കുന്ന സമയപ്പോഴാ സുബഹി കഴിഞ്ഞ ഉടനെയാണ്, നേരം കൂടുതലൊന്നും ആയിട്ടില്ല. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ഒരാൾ പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു മയ്യത്തിനെ അനുഗമിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ആരാണ് ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? അദ്ദേഹം, ആ പറഞ്ഞ വ്യക്തി തന്നെ പറയുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ട്, വേറെ ആരും കൊടുത്തിട്ടില്ല. നാലാമത്തെ ചോദ്യം, ഇന്നൊരു രോഗിയെ സന്ദർശിച്ചതാരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ. അത് മറ്റാരുമായിരുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെയാണ്. ആരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ഒരു പുലർവേള സമയത്താണ് ഈ സംഭവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ജീവിതത്തിൻ്റെ ക്ഷമിക്കണം, ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേൾക്കൂ. മജിത്ത മഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതൊരു വ്യക്തിയിലാണോ സംഭവിച്ചത്, അദ്ദേഹത്തിന് സ്വർഗമല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് സ്വർഗമല്ലാതെ മറ്റെന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയാണ്. ചെയ്യുന്നതെന്തും നേരത്തെ ചെയ്യുക എന്നതാണ്. നമുക്കറിയില്ല, നമ്മൾ പലപ്പോഴും നിസ്കാരം നീട്ടിവെക്കും. സമയമുണ്ടല്ലോ, അല്ലേ, 1 മണിയായിട്ടല്ലേ ഉള്ളൂ, ഒരു 3:50 ആവുമല്ലോ ബാങ്ക് കൊടുക്കൽ, നമുക്ക് കുറച്ചുകൂടി വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അല്പം ഒന്ന് വിശ്രമിക്കാം, അല്ലേ? ഇങ്ങനെ നീട്ടിവെക്കാൻ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമ്മൾ ആ സന്ദർഭത്തിൽ ജീവിക്കുമെന്ന്? ഒരു നന്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നോക്കൂ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ നന്മ ഉദ്ദേശിക്കുന്ന സമയത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ്? അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ ജമ്മും കസറൊക്കെ ഉണ്ടല്ലോ, അല്ലേ? നമുക്ക് അസറ് പിന്നെ നിസ്കരിച്ചാൽ മതി, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് മുന്തിച്ച് നിസ്കരിക്കും. അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. കാരണം അത് നിസ്കരിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുമോ? ഏതൊരു നന്മയും അങ്ങനെ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പ്രഭാത പുലരിയിൽ തന്നെ ഇത്രയും നന്മകൾ ചെയ്തിട്ട് അദ്ദേഹം നേടുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെന്താണ്? ഇതുള്ള മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാതെ പിന്നെങ്ങനെ എന്ന ആ ഒരു ചോദ്യമാണ്, അല്ലേ? ഇല്ലാ ദഖലൽ ജന്ന. നോക്കൂ, അദ്ദേഹം സ്വർഗത്തിൽ കടക്കാതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അത്ഭുതപ്പെടുത്തിയ ചില രീതികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ട്. അവർ പരസ്പരം ദീനിൻ്റെ വിഷയത്തിൽ മത്സരിച്ച ഒട്ടനവധി ഘട്ടങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കും, അല്ലേ? സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി, അല്ലേ, വീതം വെച്ച ഘട്ടത്തിലൊക്കെ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുന്നു ഒരാൾ ആ മങ്ങിയ ഇരുട്ടിൽ യാത്ര പോകുന്നത്.
പള്ളിയിൽ നിന്ന് വളരെ വേഗം പുറപ്പെട്ട് അദ്ദേഹം പോവാണ്. ഒരാളിങ്ങനെ പോവാണ്. പോയിട്ട് ഒരു കൊച്ചു കുടിലിൽ കയറുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം വരും. അങ്ങനെ പതുങ്ങിയിരുന്ന ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു പോകുന്ന വ്യക്തിയെ മനസ്സിലാക്കി. ആളാരാണ്? അത് മറ്റാരുമില്ല, ഖലീഫ അങ്ങനെ തന്നെ പറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കയറിപ്പോയ കുടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ കണ്ടത് ആരെയാണ്? അവിടെ കണ്ടത് അന്ധയായ ഒരു വൃദ്ധയെയാണ്. ചോദിച്ചു, ഇവിടെ വല്ലവരും വന്നു. അദ്ദേഹം ആരാണ്? എനിക്കറിയില്ല. എന്തിനാ വന്നത്? ആ വൃദ്ധ ഇങ്ങനെ മറുപടി പറഞ്ഞു, വന്നത് ഇവിടെ അടിച്ചു വാരാനാണ്, ഇവിടെ വൃത്തിയാക്കാനാണ്, എൻ്റെ വസ്ത്രം കഴുകിത്തരാനാണ്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാണ്, എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നിർവഹിക്കാനാണ് അദ്ദേഹം വരുന്നത്. അത് നിർവഹിച്ച് അദ്ദേഹം പോകും. എനിക്ക് അദ്ദേഹം ആരാണെന്നറിയില്ല എന്ന് ആ സഹോദരി വൃദ്ധ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു അത്ഭുതമുണ്ടല്ലോ. അദ്ദേഹം നേരെ വളരെ വികാരാധീനായിട്ട് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, ലഖദ് അത്അബ്ത മിൻ ബഅദിക്, ക്ഷമിക്കണം, ലഖദ് അത്അബ്ത മൻ ബഅദക യാ അബൂബക്കർ. എന്താ പറഞ്ഞത്? ലഖദ് അത്അബ്ത മൻ ബഅദക യാ അബൂബക്കർ, അബൂബക്കർ താങ്കൾ അങ്ങേക്ക് ശേഷം വരുന്ന ഭരണാധികാരികളെ വല്ലാതെ പ്രയാസത്തിലാക്കിയല്ലോ. ആലോചിക്കുക, എന്താണ് വാക്ക്? താങ്കൾക്ക് ശേഷം വരുന്ന ഭരണാധികാരികളെ നിങ്ങൾ വല്ലാതെ പ്രയാസത്തിലാക്കിയല്ലോ. ആർക്ക് കഴിയും ഇങ്ങനെ? അല്ലേ? അടുത്ത ഖലീഫ ആരാണ്? നമുക്കറിയാമല്ലോ അല്ലേ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഇങ്ങനെയൊക്കെ ആർക്കാ കഴിയുക ജീവിതത്തിൽ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നോക്കൂ, എങ്ങനെയാണ് ജീവിക്കുന്ന കാലം അത്രയും അല്ലേ സേവനം കൊണ്ട് അടയാളപ്പെടുത്തുക, സ്നേഹം കൊണ്ട് അടയാളപ്പെടുത്തുക, കാരുണ്യം കൊണ്ട് അടയാളപ്പെടുത്തുക. ലീവ് എ മാർക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ നോക്കിയ മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താ പറയുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഞാൻ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാതെ സൂര്യൻ അസ്തമിച്ചു പോകുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ ഇങ്ങനെയാണ്, മാ നദിംതു അലാ ശൈഇൻ നദമി. കേട്ടോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ അലാ യൗമിൻ, അതൊരു ദിവസത്തിൻ്റെ പേരിലാണ്. എന്താ സംഭവിക്കുന്നത്? ഖറബത്ത് ശംസുഹു, നോക്കൂ, ആ ദിവസത്തിൻ്റെ സൂര്യൻ അത് അസ്തമിക്കുന്നു. നഖസ ഫിഹി അജലി, ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ എൻ്റെ ആയുസ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷെ ഞാനാകട്ടെ വലം യസിദ് ഫിഹി അമലി, എൻ്റെ കർമ്മത്തിൽ ഒട്ടുമേ വർധനവ് ഉണ്ടായിട്ടുമില്ല. ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവിൻ്റെ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ സ്വഹാബിയാണ്. ഒരു ദിവസത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം. കാരണം കൂടുതൽ കർമ്മങ്ങളില്ലാതെയാണ് ആ സൂര്യൻ അസ്തമിച്ചു പോകുന്നത് എന്ന്. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണി പറയുന്നത് എന്നാണ്. ആരാണി പറയുന്നത്? നോക്കൂ, അദ്ദേഹം ഒരു ദിവസം ഒരു അറാക്ക് മരത്തിൽ കയറുന്നുണ്ട്. ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അറാക്ക് മരത്തിൽ കയറി അദ്ദേഹം അറാക്ക് മരത്തിൻ്റെ ഇല പറിക്കുമ്പോഴാണ് കാറ്റടിക്കുന്നു. കാറ്റടിച്ചപ്പോൾ അദ്ദേഹം ഉടുത്ത മുണ്ട്, ആ ഉടുവസ്ത്രം അല്പം ഒന്ന് നീങ്ങിയപ്പോൾ താഴെ നിൽക്കുന്നവർ, കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്, മറ്റു സ്വഹാബികളുണ്ട്. കാറ്റിൽ വസ്ത്രം നീങ്ങി അദ്ദേഹത്തിൻ്റെ കാലുകൾ വെളിച്ചത്ത് വന്നപ്പോൾ ആ കാല് വളരെ മെല്ലിച്ച കാലുകളായിരുന്നു, നേരിയ കാല്. ഇത് കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. സ്വഹാബികൾ ചിരിച്ചു. ഇതെന്തൊരു കാലാണ് ഇല്ലേ? വലിയൊരു സ്വഹാബി, വലിയ മനുഷ്യനെ, പക്ഷെ ചെറിയ കാല്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, മിമ്മ തളഹഖൂൻ, എന്തേ ചിരിക്കുന്നത്? നിങ്ങൾ എന്തേ ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കാല് കണ്ടിട്ടോ? കാലിന് വലിപ്പമില്ലാത്തത് കൊണ്ടാണോ? കാലിന് കനമില്ലാത്തത് കൊണ്ടാണോ? തടിയില്ലാത്തത് കൊണ്ടാണോ? എന്തേ ചിരിക്കുന്നത്? നിങ്ങൾ അറിയണം, അല്ലാഹുവാണ് ലരിജിലു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഈ മഹാന്റെ കാലുണ്ടല്ലോ,
അത് അസ്ഖലു ഫിൽ മീസാൻ യൗമൽ ഖിയാമത്തി മിൻ ഉഹദ്. കേട്ടോ, ഖിയാമത്തിൻ്റെ തുലാസിൽ അബ്ദുല്ലായുടെ കാലിന് ഉഹദ് മലയുടെ ഭാരമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്താ സംഭവം? ഇദ്ദേഹം പറയുന്നത് ഖിയാമത്തിൻ്റെ തുലാസ്, അതാണ് മീസാൻ. ഖിയാമത്തിൻ്റെ മീസാനിൽ ഈ മെല്ലിച്ച കാലിന് ഉഹദ് മലയുടെ ഭാരമുണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും അവൽ കൂടുതൽ വേണോ അദ്ദേഹത്തിന്? അല്ലേ, നിങ്ങൾ കളിയാക്കിയ കാലാണിത്. പക്ഷെ ഈ കാലിൻ്റെ മഹത്വം പറയുന്നത് ആരുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നാവുള്ള ഒരു വ്യക്തി, മനുഷ്യൻ, അള്ളാഹുവിൻ്റെ റസൂൽ. ഈ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ദുഃഖം സൂര്യൻ അസ്തമിച്ചു പോയല്ലോ എന്നതാണ്. കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളാരാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ലക്ഷ്യം ആഖിറമാകുമ്പോൾ ഈ ജീവിതം നൈമിഷികമാണെങ്കിൽ ആഖിറം എന്ന ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാനും ജീവിതത്തെ സജീവമാക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വസിയ്യത്ത്, ഒരു ഉപദേശമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മളോട് ആ കാര്യം പറഞ്ഞു തരുന്നത്, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇഗ്തനിമു ഖംസൻ ഖബ്ല ഖംസിൻ. നോക്കൂ, ഒരു 5 കാര്യങ്ങൾ വരാനിരിക്കുന്ന ഏതൊരു മനുഷ്യനും അത് വരും. പക്ഷേ ആ 5 കാര്യങ്ങൾ വരും മുമ്പ്, അതിന് മുമ്പുള്ള 5 കാര്യങ്ങൾ വരും മുമ്പ് 5 കാര്യങ്ങളെ പരമാവധി നമ്മൾ ചൂഷണം ചെയ്യണം. പരമാവധി അതിനെ നമ്മൾ പരമാവധി അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ 5 വരും മുമ്പ് ഈ 5 നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താണത്? ഒന്ന് ശബാബക ഖബ്ല ഹറമിക്. കേട്ടോ, വാർദ്ധക്യത്തിന് മുമ്പുള്ള നിങ്ങളുടെ യുവത്വമാണ്. വാർദ്ധക്യം അത് ഉറപ്പായിട്ടും വരും, അല്ലേ? ഈ കറുത്ത മുടിയും താടിയൊക്കെ അങ്ങ് പോകും. ഇതുമാരികളെ നരച്ച താടികൾ വരും, അല്ലേ? ചുളിഞ്ഞ നെറ്റി മുഖം വരും. കൈകാലുകളുടെ ഈ ഒരു ആരോഗ്യം അതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയില്ല, വേണ്ട വരും. നല്ല സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ ഈ യുവത്വത്തെ നിങ്ങൾ ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്തണം. നന്മകൾ ധാരാളമായി ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്? വസ്വിഹത്തക്ക ഖബല സഖമക്. കേട്ടോ, രോഗം വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഈ ആരോഗ്യം വന്നാൽ കഴിഞ്ഞില്ലേ. രോഗമാണെന്ന് ബോധ്യപ്പെട്ടാൽ മതി, കഴിഞ്ഞു. ഒരു മരണം അവിടെ സംഭവിച്ചു, അല്ലേ? പാമ്പ് കടിയേറ്റ് പലരും മരിക്കുന്നത് കടിച്ചത് പാമ്പാണെന്നറിയുമ്പോൾ മരണമൊന്നും സംഭവിക്കുകയാണ്. ബേജാറ് കൊണ്ടാണ് പലരും മരിച്ചു വന്ന്. ബ്ലഡ് എടുത്തു, ടെസ്റ്റ് അയച്ചു, റിസൾട്ട് വന്നു, ക്യാൻസർ പോസിറ്റീവ് വന്ന വിവരമെങ്കിൽ കഴിഞ്ഞു അവിടെ. ഒരുപാട് പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ ആലോചിക്കാൻ, എവിടെയൊക്കെ കൊടുക്കാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എന്തെല്ലാം പദ്ധതികൾ, പ്ലാനുകൾ ജീവിതത്തിലുണ്ട്, അല്ലേ? പറഞ്ഞ വാക്കുകൾ എത്രയാ, ചെയ്ത ക്രൂരതകൾ എത്രയാ, ആരോടൊക്കെ വാങ്ങിച്ചിട്ട്, ആരെയൊക്കെ പറ്റിച്ചു, ബാങ്കിനെ പറ്റിച്ചു, വ്യക്തികളെ പറ്റിച്ചു, അല്ലേ? ഗൾഫിൽ ജീവിക്കുമ്പോൾ എത്ര പേരോട് വാങ്ങിക്കൊടുത്തോ? ഇല്ല. വീടിൻ്റെയൊക്കെ വാങ്ങിച്ചതാണ്, ചികിത്സയൊക്കെ വാങ്ങിച്ചു, ഒന്നും കൊടുത്തിട്ടില്ല. നാട്ടിലെ ഇപ്പോൾ ഉള്ളത് ദിർഹമാണ്, നാട്ടിലെ രൂപ കൊണ്ട് കടം വീട്ടി തീരില്ല, അല്ലേ? ചിന്ത വരും, അപ്പോഴാ ചിന്ത വരിക. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ, അല്ലേ, ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക, അധ്വാനിക്കുക. അപ്പോൾ പരമാവധി അധ്വാനിക്കുക. സമയമുണ്ട്, അല്ലേ? ഹജ്ജൊക്കെ ഇനി ഒരു 55-60 വയസ്സൊക്കെ അടിപ്പണ ചെയ്താൽ നമ്മൾ പിന്നെ കടങ്ങാറായി പോകും. അങ്ങനെയല്ല, ആരോഗ്യമുള്ള സന്ദർഭത്തിൽ പരമാവധി നിങ്ങൾ ആരോഗ്യത്തെ ചൂഷണം ചെയ്യുക, പ്രവർത്തിക്കുക. കാരണം രോഗം എപ്പോഴും വരാൻ വലിയ പരീക്ഷണമായിട്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? കേട്ടോ, നിങ്ങളുടെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഈ ഒരു ധന്യത. ദാരിദ്ര്യം ഒരു നിമിഷം മതി, ഒരു ദിവസം മതി. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടം അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാം ഒരു നിമിഷം സുപ്രഭാതത്തിൽ തകർന്ന് തരിപ്പണമായി പോകും. അത് പിന്നെ സ്ഥാപനങ്ങളാവട്ടെ, കമ്പനികളാവട്ടെ, വ്യക്തികളാവട്ടെ, എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ, ഈ ഇണയുടെ ഘട്ടത്തിൽ, ധന്യതയുടെ, ഐശ്വര്യത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ ഈ സന്ദർഭത്തിൽ കൊടുക്കാനും കൊടുപ്പിക്കാനും നല്ലത് ചെയ്യാനും നമ്മൾ മുന്നോട്ട് വരിക. അതോടൊപ്പം തന്നെ കബില ഷോലിക്, ജീവിതത്തിൽ തിരക്ക് കൂടും മുമ്പുള്ള ഈ ഒരു വിശ്രമവേള ഉണ്ടല്ലോ, ഇതാ പഠിക്കാൻ നല്ലത്, ക്ലാസ്സിന് വരാൻ, ഖുർആൻ ക്ലാസ്സിലിരിക്കാൻ,
ഹദീസ് ക്ലാസ്സിലിരിക്കാൻ അല്ലേ തിരക്ക് കുറച്ച് കുറവുണ്ട്. ഓടിപ്പോയി. ഇപ്പം ബിസിനസ് ആണെങ്കിൽ വലിയ വലിയ കച്ചവടക്കാരൊന്നും നമ്മളിവിടെ കാണുന്നില്ലാലോ, വലിയ തിരക്കിലായിപ്പോയി അല്ലേ. ഒരുപാട് ക്ലാസ്സിന് വന്നവർ കഫ്തീരിയ തുടങ്ങി, വേറെ കഫ്തീരിയ തുടങ്ങി, 2-3 ഇടത്തിന് ഷെയർ കൊടുത്ത്, അങ്ങനെ ഓഫീസ് ആടെ തുടങ്ങി, മറ്റേ ടൈപ്പിംഗ് സെൻറ്റർ തുടങ്ങി, അങ്ങനെ 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 പോയി വലിയ വലിയ കമ്പനിയായി. ബോംബെയിൽ കോയമ്പത്തൂർ, ദുബൈയിൽ അബുദാബി, ഖത്തർ സലാല, അങ്ങനെ വന്ന് അല്ലേ. ആരെപ്പറ്റി പറയുന്നില്ല, ഉദാഹരണം പറയാം. പിന്നെ നേരെ ഉണ്ടാവില്ല, ഇതിനൊന്നും നേരെ ഉണ്ടാവില്ല. അതുകൊണ്ട് വിശ്രമഘട്ടം, ആ വിശ്രമ സന്ദർഭമാണിത്. ഇത് പരമാവധി പഠിക്കാനും നന്മ ചെയ്യാനും ഉപയോഗപ്പെടുത്തുക. വഹയാത്തുക്ക് ഖബല മൗത്തിക്ക്. നോക്കൂ, മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം, മരണത്തിന് മുമ്പുള്ള ജീവിതം. മരണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡിലെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ആനന്ദത്തിൻ്റെയും രസത്തിൻ്റെയും ചരടുകൾ മുറിച്ച് കളയുന്ന ഒന്നാണത്. ഒരു സന്ദർഭം, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. വസന്തം വരൾച്ചയായി മാറാൻ അല്ലേ, ഹരിതാപമായ അന്തരീക്ഷം അല്ലേ, അത് ഉണങ്ങി ധൂളികളായി മാറാൻ നേരത്തെ പറഞ്ഞതുപോലെ. കാരണം അള്ളാഹുവിന് ബക്കാൻ അള്ളാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിർ. നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്തിൻ്റെ അവസാനം, അള്ളാഹു സകല സംഗതികൾക്കും കൈകൊള്ളവനാണ്. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. നിങ്ങൾക്കറിയില്ല, ആഘോഷം ആർഭാടമാക്കാൻ പാപം അവധി ദിനത്തിൽ പോലും തമിഴ്നാട്ടിലെ എന്താണ് എന്താ നാട്ടിലെ പേര്, വിരുദുനഗർ അല്ലേ, വിരുദുനഗറിലെ പാവപ്പെട്ട അരച്ചാണ് വയറിന് വേണ്ടിയ അവധി ദിവസത്തിൽ പോലും എന്തിന് ഈ വെടിമരുന്ന് ശാലയിൽ പണിയെടുക്കാൻ പോകുന്നു. പിറ്റേന്ന് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ നിങ്ങൾ നോക്കിയാണ് അല്ലേ, ആഘോഷാർഭാടമാക്കാൻ വേണ്ടിയിട്ടാണ്. 25 പേരിൽ തമിഴ്നാട്ടിൽ, 15 പേർ എവിടെ, കേരളത്തിൽ തൃശ്ശൂരിൽ. ഒരു നിമിഷം കൊണ്ട് അല്ലേ പലരുടെയും ബോഡി തിരിച്ചാൽ ഫോറൻസിക് പരിശോധന നടന്നതാണ്. നിങ്ങൾ നോക്കിയാൽ ഭൗതികമായിട്ടുള്ള ഒരു സംവിധാനത്തിനും ഇതിനെയൊന്നും തടുക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം എவ்விதമാണ് വരിക എന്നാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, നമ്മൾ പൂർണ്ണമായിട്ട് നമ്മെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ തൗഹീദ് എന്ന് പറയുന്നത്. വലാ തക്കിൽനി നഫ്സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അള്ളാഹു, ഒരു നിമിഷം നോക്കൂ, എൻ്റെ കണ്ണിമ വെട്ടുന്ന ഒരു സെക്കൻഡ് പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണം. ഈ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയില്ല എവിടെ വെച്ചാൽ മരിച്ചു പോകാന്നുള്ളത്, ഏത് മണ്ണിലാണ് മരണം എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ഉണ്ടാകണം. എന്താണത്? നമ്മുടെ അന്ത്യം അത് ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല മരണമാവണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കണം നമ്മുടെ ആ മരണം സംഭവിക്കേണ്ടത്. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ പറഞ്ഞത് കേട്ടത് നല്ലൊരു സുഹൃതമായി നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഒരുപാട് നന്മകൾ, ഒരുപാട് ഖൈറുകൾ, ബർക്കത്തുകൾ ഞങ്ങളിൽ, കുടുംബത്തിൽ നീ നൽകണമേ റഹ്മാനെ. നിലവിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നീക്കി എല്ലാവർക്കും സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വവും നീ നൽകണമേ റഹ്മാനെ. ഗുരുതരമായ രോഗങ്ങളിൽ ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. രോഗബാധിതരായിട്ടുള്ള അനേകം പേർ, അവർക്ക് നീ പൂർണ്ണമായ ശിഫ, ആഫിയത്ത് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവരുടയവർ, അള്ളാഹുവെ, അവരുടെ എല്ലാം ബർസഖ് നീ നന്നാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.